ഖബറിലെത്തിയാലും നിന്റെ കുടുംബം കൊണ്ട് ഗുണം കിട്ടണം, മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഗുണം കിട്ടണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഒരു ദിവസം മുത്തുനബിയുടെ ഹളറത്തിൽ ഞങ്ങൾ ഇരിക്കവേ ഹബീബായ നബിയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ മുത്തുനബിയോട് പറഞ്ഞു, നബിയേ മാതാബി വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഹൽ ബഖിയ അലയ്യ മിൻ ബിർരി ഷൈഇൻ അബുർറുഹുമാ ബഅദ മൗതിഹിമാ യാ റസൂലല്ലാഹ്. വാപ്പ മരിച്ചു, ഉമ്മ മരണപ്പെട്ടു, ഇനി എനിക്ക് അവരോട് വല്ല ബാധ്യതയും ബാക്കിയുണ്ടോ നബിയെ എന്ന് ഇയാൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് ഒരുപാട് ബാധ്യതകളുണ്ടല്ലോ, അവരോടന്നല്ലേ ഏറ്റവും വലിയ ബാധ്യത ഉള്ളത്. എന്നാൽ അവർ മരണപ്പെട്ടു പോയി, ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ നബിയെ എന്ന് സഹാബികളിൽ ഒരാൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്, മുഅ്മിനെ ശ്രദ്ധിക്കണം. ഉടനെ ഫഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ മറുപടി, നഅം നഅം ഖിസാലുൻ അർബഅ, അതേ 4 കാര്യങ്ങളുണ്ട്. നിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി ആ 4 കാര്യങ്ങൾ നീ ചെയ്യേണ്ടതാണ്. അതിൻ്റെ സന്തോഷം അവരുടെ ഖബറിലേക്ക് നിരന്തരമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ട് ഖബറിലെത്തിയാലും അവരോട് ബാധ്യതയായി 4 കാര്യങ്ങൾ ശേഷിക്കും. അത് ചെയ്യേണ്ടത് നിന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാണ് നബിയെ മരണപ്പെട്ട മാതാപിതാക്കളോടുള്ള 4 ബാധ്യതകൾ? 1, ഹബീബായ നബി പറഞ്ഞു, അദ്ദുആഉ ലഹുമാ വൽ ഇസ്തിഗ്ഫാർ. 1, അവർക്ക് ഖബറിൽ ഉപകരിക്കുന്ന നിലയിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടുക, ഖുർആൻ പാരായണം ചെയ്യുക. ഇങ്ങനെ അവർക്ക് ഖബറിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. 2ാമത്തെ കാര്യം ഇതാണ്, വഇൻഫാദു അഹദിഹിമാ, അവരുടെ അഹദുകൾ പൂർത്തീകരിക്കണം, അവരുടെ കരാറുകൾ പൂർത്തീകരിക്കണം. ഇന്ന് നമ്മുടെ പള്ളി സൗകര്യം പരിമിതമാണ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ വീടാവണം, നാട്ടിലേറ്റവും റാഹത്തും ഇസ്സത്തുമുള്ള വീട് എന്ന താല്പര്യത്തോടെ പള്ളിയൊന്ന് മനോഹരമായി പുതുക്കി പണിയാൻ കമ്മിറ്റി തീരുമാനിച്ചു. നമ്മളിൽ ഒരാളെ സമീപിച്ചു, എന്നിട്ട് പറഞ്ഞു, നാട്ടിലുള്ള പള്ളികൾക്ക് അൽഹംദുലില്ലാഹ് നല്ല ഇസ്സത്തിലാണ്, പക്ഷേ നമ്മുടെ പള്ളി നമ്മുടെ മഹലിനനുസരിച്ചില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനമാവണം ഏറ്റവും ഇസ്സത്തുള്ള ഭവനം. അങ്ങനെ അതൊന്ന് പുതുക്കി പണിയാനുള്ള പ്ലാനിങ് ഉണ്ട്, കുറച്ച് കാശൊക്കെ വരും, നിങ്ങളാൽ കഴിയുന്നൊരു സഹായം തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്, 1 ലക്ഷം ഉറുപ്പിൻ്റെ വക ഞാൻ തരാം. അയാൾക്ക് അത്രേ കഴിയൂ, വലിയ പദ്ധതിയാണെങ്കിലും എന്നെക്കൊണ്ട് 1 ലക്ഷം കഴിയൂ, ഇൻഷാ അല്ലാഹ് 1 മാസം കൊണ്ട് 1 ലക്ഷം ഞാൻ തരാം എന്ന് അയാൾ ഏറ്റു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ മരണപ്പെട്ടു. കൊടുക്കാൻ കഴിഞ്ഞില്ല, കൊടുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. അപ്പം അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു. കമ്മിറ്റിക്കാർ മകനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ബാപ്പാനെ സമീപിച്ചപ്പോൾ ബാപ്പ പറഞ്ഞിരുന്നു ആ പള്ളിയുടെ നിർമ്മാണത്തിന് 1 ലക്ഷം ഉറുപ്പ്യ ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. ബാപ്പാക്കത് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ ആ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബാപ്പ മരിച്ചുപോയി. സ്വാഭാവികമായും പിന്നെ മക്കൾക്കാണല്ലോ അതിൻ്റെ ബാധ്യത. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ബാപ്പയോടുള്ള ബാധ്യതയാണ് അവരുടെ കരാറുകൾ പൂർത്തിയാക്കുക എന്നത്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്, ബാപ്പാൻ്റെ സ്വത്തന്നെ ഉണ്ടല്ലോ, ഇനി ബാപ്പാക്ക് സ്വത്തില്ലെങ്കിലും ബാപ്പേറ്റതാണല്ലോ, അത് ഞാൻ നിറവേറ്റുമെന്ന് പറഞ്ഞ് നിറവേറ്റാൻ മക്കൾ തയ്യാറാവണം. അല്ലാതെ വാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാപ്പാനോട് വാങ്ങിക്കോളി, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട, അങ്ങനെ പറയാനേ പാടില്ല. അതാണ് വഇൻഫാദു അഹദിഹിമാ, അവരുടെ അഹ്ദുകൾ കരാറുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതാണ്. വഇക്റാമു സ്വദീഖിഹിമാ,
മൂന്നാമത് മരണപ്പെട്ട നിന്റെ ബാപ്പയോട് ഉമ്മയോടുള്ള ബാധ്യത അവരുടെ കൂട്ടുകാരന്മാരെ കൂട്ടുകാരികളെ ആദരിക്കലാണ്, ബഹുമാനിക്കലാണ്. ബാപ്പ മരണപ്പെട്ടു, ബാപ്പാക്കൊരൊറ്റ ചങ്ങാതി ഉണ്ടായിരുന്നു. ബാപ്പയും അയാളുമായി നല്ല ബന്ധത്തിലാ, നല്ല സ്നേഹത്തിലാ. ഒന്നിച്ചാണ് പലപ്പോഴും ജമാഅത്തിന് പോകാറുള്ളത്, ഒന്നിച്ചാണ് അവർ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകാറുള്ളത്. വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബാപ്പ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബാപ്പയെ അദ്ദേഹം ക്ഷണിക്കാറുണ്ട്. നല്ല സന്തോഷത്തിലാണ് കഴിയുന്നത്. പെട്ടെന്ന് ബാപ്പ മരിച്ചുപോയി. എന്നാൽ നിന്റെ ഉപ്പാക്ക് നീ നൽകുന്ന പ്രാധാന്യം ബാപ്പയുടെ കൂട്ടുകാരന് നൽകേണ്ടതാണ്. അതാണ് വൈക്റാമു സ്വദീഖിഹിമാ. ഉമ്മയുടെ കൂട്ടുകാരികൾ, ബാപ്പയുടെ കൂട്ടുകാരന്മാർ, അവരെ മരണപ്പെട്ട് കഴിഞ്ഞാലും അവരെ ആദരിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ്. അത് മാതാപിതാക്കളോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുവെ അങ്ങനെയുള്ള ആദരവും ബഹുമാനവും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആദരവും ബഹുമാനമൊന്നും പണ്ടത്തെ പോലെ പരിഗണിക്കപ്പെടാത്തൊരു കാലഘട്ടം. നമ്മൾ ആലോചിക്കണം, ബാപ്പാനെ ബഹുമാനിക്കൽ അവിടെക്കട്ടെ, ബാപ്പയുടെ സുഹൃത്തിനെ ഒരാൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഈമാന്റെ വെളിച്ചം ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കെടുത്തിക്കളയുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പറഞ്ഞത്? ബാപ്പാൻ്റെതല്ല പറയുന്നത്, ബാപ്പയുടെ കൂട്ടുകാരനെ ഒരുത്തൻ ബഹുമാനിച്ചില്ലെങ്കിൽ മല്ലം യുക്രിം സ്വദീഖ അബീ അത്ഫ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ മുഅ്മിനേ, മല്ലം യുക്രിം സ്വദീഖ അബീഹി. ഒരാൾ അയാളുടെ ബാപ്പയുടെ സ്നേഹിതനെ, കൂട്ടുകാരനെ ബഹുമാനിച്ചില്ലെങ്കിൽ അത്ഫ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി. അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ ഹിദായത്തിന്റെ നൂറ്, ആ വെളിച്ചം അല്ലാഹു കെടുത്തിക്കളയുന്നതാണ്. പടച്ചോൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളറിയോ, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹവും ഒരു സംഘം ആളുകളും ഒരിക്കൽ ഒരു നാട്ടിലൂടെ യാത്ര പോവാൻ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കൂടെ 7 സഹാബിമാരുണ്ട്. അവര് കഴുതപ്പുറത്താണ് അന്ന് യാത്ര പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ കഴുതകളുണ്ട്. കഴുതപ്പുറത്താണ് അന്നത്തെ യാത്ര. അങ്ങനെ ഒരു നാട്ടിലൂടെ യാത്ര ചെയ്യവേ ഒരാൾ പെട്ടെന്ന് കടന്നു വന്നു. ഇബ്നു ഉമർ തങ്ങളുടെ കഴുതയെ മെല്ലെ അവിടെ തടഞ്ഞു വെച്ചു. എന്നിട്ട് അയാൾ ചോദിച്ചു, അന്ത ഇബ്നു ഉമർ, അന്ത ഇബ്നു ഉമർ, നിങ്ങളാണോ ഇബ്നു ഉമർ? ഫഖാല നഅം, അതെ ഞാനാണ് ഇബ്നു ഉമർ. ഉടനെ അയാൾ ചോദിച്ചു, എൻ്റെ ചോദ്യം ആ ഖലീഫയായ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകനാണോ നിങ്ങൾ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ പറഞ്ഞു, അതെ, ഖലീഫയായ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മകൻ തന്നെയാണ് ഞാൻ. അപ്പോൾ ഇബ്നു ഉമർ തങ്ങൾ കഴുതപ്പുറത്തിരിക്കാൻ. അപ്പോൾ ഇയാൾ ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി, ചില വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം പോകാമല്ലോ എന്ന നിലയിൽ ഇബ്നു ഉമർ തങ്ങൾ കഴുതപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞ് അവസാനം അയാൾ ഒരു കാര്യം പറഞ്ഞു, എന്നെ നിനക്കറിയോ? അന്ന സ്വദീഖു അബീക്, അന്ന സ്വദീഖു അബീക്, ഞാൻ നിന്റെ ബാപ്പയുടെ ചങ്ങാതിയാൻ. നിന്റെ ബാപ്പ ഉമറുണ്ടല്ലോ, ഞാനും ഉമറും ഉറ്റ സുഹൃത്തുക്കളാണ്. ഈ വഴിക്ക് ഉമർ വരികയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്കൊന്ന് കയറാതെ എനിക്ക് വേണ്ടി ദുആ ചെയ്യാതെ പോകാറില്ല. മുഅ്മിനേ ശ്രദ്ധിക്ക്, മുഅ്മിനേ, ഇതങ്ങ് കേൾക്കേണ്ട താമസം. സുബ്ഹാനല്ലാഹ്. ഇബ്നു ഉമർ തങ്ങൾ പെട്ടെന്ന് കഴുതപ്പുറത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. തൻ്റെ തലയിലുണ്ടായിരുന്ന തലപ്പാവെടുത്ത് ആദരവിൻ്റെ സൂചനയായി അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. മാത്രമല്ല വതസദ്ദഖ ബിഹിമാരിഹി, താൻ യാത്ര ചെയ്തിരുന്ന കഴുതയെ അദ്ദേഹത്തിന് സ്വതക്കയായി കൊടുക്കുകയും ചെയ്തു. ഞാന് നിന്റെ ബാപ്പാന്റെ ചങ്ങാതിയാന്ന് പറഞ്ഞപ്പോൾ അതുവരെയുള്ള നിലക്കല്ല പെരുമാറ്റം. പിന്നെ വേഗം എഴുന്നേറ്റ്, പഠിച്ചോനെ, വാപ്പാന്റെ സുഹൃത്തിനോടാണോ ഇത്രയും നേരം വേണ്ടത്ര ബഹുമാനം കാണിക്കാതെ ഞാൻ ഈ കഴുതപ്പുറത്തിരുന്ന് സംസാരിച്ചത്?
അത് വല്ലാത്തൊരു അനാദരവാണല്ലോ റബ്ബേ. പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്, തലപ്പാവെടുത്ത മനുഷ്യന്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. താൻ യാത്ര ചെയ്തിരുന്ന കഴുതയെ അയാൾക്ക് സ്വതക്കയായി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ വക നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, അൽഹംദുലില്ലാ, നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം. അയാൾക്ക് സമാധാനായി. സലാമു അലൈക്കും സലാം നീട്ടി പറഞ്ഞ് അദ്ദേഹം ആ കഴുതയെയുമായി പോയി. അപ്പൊ കൂടുള്ളവർ ചോദിച്ചു, അല്ലേ ഇബ്നു ഉമർ തങ്ങളെ, നിങ്ങൾക്കിതെന്തിന്റെ കേടാണ്? എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? അയാൾ നിങ്ങളുടെ ബാപ്പയുടെ ചങ്ങാതിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ആ കഴുതയെ അയാൾക്ക് കൊടുത്തു, തലപ്പാവ് അയാൾക്ക് കൊടുത്തു. അല്ല, ഇനി എങ്ങനെയാ നിങ്ങൾ യാത്ര ചെയ്യുക? നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പല ആളുകളും വരും. വാപ്പാന്റെ ചങ്ങാതിയാന്ന് പറയും, വല്യാപ്പാന്റെ ചങ്ങാതിയാന്ന് പറയും, ഉമ്മയുടെ ചങ്ങാഴ്ചയാന്ന് പറയും. അതെല്ലാം യുരീദു ദിർഹമന്നൗ ദിർഹമൈൻ, എന്തെങ്കിലും ചില്ലറ കിട്ടാനല്ലേ അവരങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ആ കഴുതയെ അയാൾക്ക് കൊടുത്തത്? ഇനി എങ്ങനെ യാത്ര ചെയ്യും? മുഅ്മിനെ ശ്രദ്ധിക്ക് മുഅ്മിൻ. കൂടെയുള്ളവർ ഇത് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു ഉമർ തങ്ങളുടെ മറുപടി, അയാൾക്ക് ഞാൻ കൊടുത്താലും ഇല്ലെങ്കിലും അയാൾ പോകുമെന്നെനിക്കറിയാം. പക്ഷെ അയാൾ എന്നോട് അനസുദീഖു അബീഖ്, ഞാൻ നിന്റെ ബാപ്പയുടെ ചങ്ങാതിയാണെന്ന് പറഞ്ഞപ്പോൾ തദക്കർതു ഹദീസ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. എന്താ നബി തിരുമേനി തങ്ങൾ പറഞ്ഞത്? മല്ലം യുക്രിം സദീഖ അബീഹി അത്ഫ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി. ഒരാള് അയാളെ ബാപ്പയുടെ ചങ്ങാതിയെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചില്ലെങ്കിൽ, ബാപ്പയുടെ സുഹൃത്തിന്റെ മുന്നിൽ നിന്ന് തുണിയൊക്കെ കണ്ട് മടക്കുത്തി വലിയ ശബ്ദത്തിൽ സംസാരിച്ചു, ബാപ്പയുടെ സുഹൃത്തിന്റെ മുന്നിൽ നിന്ന് ആ പുക വലിക്കുന്നത്, അയാളെ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല. എന്നാൽ അല്ലാഹു നൂറഹു മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ നൂറ് അല്ലാഹു കെടുത്തി കളയുമെന്നല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ ആലോചിച്ചു പോയി, പടച്ചോനെ, ആ മനുഷ്യനോടാണല്ലോ ഈ കഴുതപ്പുറത്തിരുന്നിട്ട് ആദരവില്ലാതെ ഞാൻ സംസാരിച്ചത്. അതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള നിരക്കാണ് ആ കഴുതയെ ഞാൻ കൊടുത്തതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. നിസാര വിഷയത്തിനൊക്കെ ബാപ്പാനോട് തട്ടിക്കയറുന്ന മക്കളില്ലേ, ഉമ്മയോട് കുരച്ചാടുന്ന മക്കളില്ലേ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവരോടുള്ള ബാധ്യതകളിൽ മൂന്നാമത്തതാണ് വൈക്റാമു സ്വദീഖിഹിമാ, അവരുടെ കൂട്ടുകാരികളെ ബഹുമാനിക്കണം. നാലാമത്തെ ബാധ്യത ഹബീബ് പറയുന്നുണ്ട്, വസിലത്തുർ റഹിം അല്ലദീ ലാ സിലത ലക ഇല്ലാ മിൻ ഖിബലിഹിമാ. മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ഉണ്ടായ കുടുംബ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. ആപ്പിമ്മയൊക്കെ മരിച്ചു, ഇനിയിപ്പോൾ അവരുടെ ബാക്കിക്കാരുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെ ആവരുത്. ബാപ്പാക്കൊരു പെങ്ങളുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, പെങ്ങൾക്ക് ഭർത്താവില്ല, മക്കളുമില്ല, ഒറ്റപ്പെട്ടൊരു ജീവിതം നയിക്കുകയാണ്. ബാപ്പ നല്ലോണം ആ പെങ്ങളെ ശ്രദ്ധിക്കുമായിരുന്നു. പെട്ടെന്ന് ബാപ്പാക്ക് രോഗം പിടിപെട്ടു, ബാപ്പ മരിച്ചു, ആ പെങ്ങളാകെ ഒറ്റപ്പെട്ടു. ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മക്കളൊക്കെ അമ്മായിയായിട്ട് നല്ല ബന്ധത്തിലാണ്, മരണത്തോടുകൂടെ പിന്നൊരു ബന്ധമില്ലാതിരിക്കുക, ഇത് പാടില്ല. മാതാപിതാക്കളിലൂടെയുള്ള കുടുംബ ബന്ധം അവർ മരണപ്പെട്ടാലും നല്ല നിലയിൽ നിലനിർത്തേണ്ടത് അവരോടുള്ള ബാധ്യതയുടെ ഭാഗമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനേ, ഇതൊക്കെയാണ് ഖബറിൽ കിട്ടേണ്ട സന്തോഷം. കുടുംബ ജീവിതം കൊണ്ട് ദുനിയാവിൽ മാത്രമല്ല ഖബറിലും ഇതുപോലെ സന്തോഷമുണ്ടാകണം. നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം, അവരുടെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യണം. അങ്ങനെ ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിലേ നമ്മൾ മരണപ്പെട്ട് ഖബറിലെത്തിയാൽ നമ്മുടെ മക്കൾ നമ്മെ ഓർക്കുകയുള്ളൂ.
നമ്മൾ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെ ഒക്കെ കബറും പുറത്ത് പോയി ഒരു ഫാത്തിഹെങ്കിലും ഓതിയിട്ട് അള്ളാഹ് അതിൻ്റെ സവാബുത ഞാൻ എൻ്റെ വാപ്പാക്ക് ഉമ്മാക്ക് ഹദിയ ചെയ്യുന്നു, നീ ആയിട്ട് എത്തിച്ചു കൊടുക്കണേന്ന് നമ്മൾ പറയണം. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ മക്കൾ നമ്മളുടെ മരണാനന്തരം നമ്മളെ ഓർക്കും. അതിനേക്കാൾ വലിയൊരു സമ്പത്ത് എന്താ ഉള്ളത്? സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണേ നിന്നിലെ വാത്സല്യ മക്കൾ കണ്ടടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി. എന്നാൽ നിനക്കത് കൊണ്ട് ഈനാസുള്ളതാ, ഇത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതാ. സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണേ നിന്നിലെ വാത്സല്യ മക്കൾ കണ്ടടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി. എന്നാൽ നിനക്കത് കൊണ്ട് ഈനാസുള്ളതാ, ഇത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതാ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നല്ല സുഖ, നല്ല റാഹത്ത. ഖബറിൽ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബന്ധുക്കൾ, മക്കൾ, വേണ്ടപ്പെട്ടവരൊക്കെ ഖബറും പുറത്തുനിന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ ഖബറിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്യുമ്പോൾ വലിയ റാഹത്തായിരിക്കും. അള്ളാഹു അത് അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. മൽ മയ്യത്ത് ഫീ ഖബരിഹി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസി യന്തളിറു ദഅവതൻ തൽഹഖുഹു മിൻ നബീഹി ഔ ഉമ്മിഹി ഔ ഇബ്നിഹി ഔ സദീഖിഹി. റസൂൽ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവർ ഒരാമീൻ പറഞ്ഞാൽ മതി, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നല്ല നിലയിൽ ഖബറാളി അനുഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നാടിനൊക്കെ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മുന്നിൽ നിന്നവരൊക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പള്ളിക്ക് വേണ്ടി, മദ്രസിന് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർ അള്ളാഹുവിൻ്റെയൊക്കെ ഖബർ ജീവിതം സന്തോഷാക്കട്ടെ. അപ്പം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക ഈ ഒരു സന്തോഷം ദുനിയാവിൽ മാത്രമല്ല, കുടുംബങ്ങൾ ഖബറിലെത്തുമ്പോഴും ബാക്കിയുള്ളവരെ കൊണ്ട് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയണം. അതുപോലെ ഒന്നിച്ച് കുടുംബസമേതം മഹ്ശറയിലേക്ക് പോകണം. മുഅ്മിനേ ശ്രദ്ധിക്ക മുഅ്മിനേ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന രംഗം ശ്രദ്ധിക്കണേ. ഒരാൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം അയാൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? തൻ്റെ താടിയിൽ നിന്നും തലയിൽ നിന്നും മണ്ണ് തട്ടിക്കളയും. ഖബറാളി എഴുന്നേറ്റ് വേഗം തലയിൽ നിന്നും താടിയിൽ നിന്നൊക്കെ മണ്ണൊക്കെ തട്ടിക്കളയും. എന്നിട്ടയാൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, ദുനിയാവിൽ റബ്ബിനെ പേടിച്ച് ജീവിച്ചവനാ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും കാത്തു സൂക്ഷിച്ച് ജീവിച്ചവനാണെങ്കിൽ അവൻ പറയും, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അസ്ഹബ അന്നിയൽ ഹുസ്നാ. അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും, എല്ലാ ദുഃഖങ്ങളും ടെൻഷനുകളും എന്നിൽ നിന്ന് നീ നീക്കിക്കളഞ്ഞല്ലോ. അൽഹംദുലില്ലാ, സന്തോഷം പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും. എന്നിട്ടയാൾ ചോദിക്കുമത്രേ, അല്ലാഹുവേ ഐന അഹ്ലീ ഐന ഔലാദി ഐന അഹ്ലീ വൈന ഔലാദി. എവിടെയാണ് എൻ്റെ ഭാര്യ റബ്ബേ? എവിടെയാണ് എൻ്റെ ഭർത്താവ് റബ്ബേ? എവിടെയാണ് എൻ്റെ മക്കൾ റബ്ബേ? ഞങ്ങൾ കുടുംബത്തിൽ ഒന്നിച്ച് കഴിഞ്ഞവരാണ്. ഒരുപാട് കാലം ഞാൻ ഈ ഖബറിൽ തനിച്ചാണ്. ഇതാ പുനർജന്മം ലഭ്യമായിരിക്കുകയാ. ഇനി എനിക്കെൻ്റെ ഭാര്യയെ കാണണമല്ലാ, എൻ്റെ മക്കളെ കാണണമല്ലാ. മുത്തറസൂൽ പറയുന്നുണ്ട്, ഒന്നിരിക്കെ ആ ശ്മശാനത്തിൽ നിന്നു തന്നെ, അല്ലെങ്കിൽ പരിസരങ്ങളിലുള്ള ശ്മശാനങ്ങളിൽ നിന്ന് അവൻ്റെ ഭാര്യയും മക്കളും കുടുംബങ്ങളൊക്കെ വേഗം വന്നു ചേരും. അവരൊന്നിച്ച് മഹ്ശറയിലേക്ക് പോകും. ഇത് ശ്രദ്ധിക്കും മുഅ്മിൻ, ഇത് ശ്രദ്ധിക്ക മുഅ്മിനേ. ബാപ്പയും ഉമ്മയും മക്കളും അതാ ഒന്നിച്ച് സന്തോഷത്തോടെ മഹ്ശറയിലേക്ക് പോവുകയാണ്. ഫഅഖബല ബഅ്ളുഹും അലാ ബഅ്ലി യതസാഅലൂൻ ഖാലു ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ.
അങ്ങനെ പോകുമ്പോൾ ബാപ്പയും ഉമ്മയും മക്കളും സന്തോഷത്തോടെ സമാധാനത്തിൻ്റെ പാട്ടുകൾ പാടി മഹ്ശറയിലേക്ക് അങ്ങനെ പോകുമ്പോൾ കൂട്ടത്തിൽ ചിലരോട് ചോദിക്കും, എന്തേ നമ്മൾ മാത്രം ഇങ്ങനെ? മഹ്ശറയുടെ ഒരു പൊതുചിത്രം അങ്ങനെയല്ലല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബത്തിഹി വ ബനീ. ബാപ്പയെ കാണുമ്പോൾ പേടിച്ച് ഓടി രക്ഷപ്പെടുന്ന മക്കളെ കാണുമ്പോൾ ഓടി അകലുന്ന ബാപ്പ. ഉമ്മാക്ക് മക്കളെ കാണണ്ട, മക്കൾക്ക് ഉമ്മയെ കാണണ്ട. ഭാര്യക്ക് ഭർത്താവിനെ കാണുമ്പോഴത്തേക്ക് ഭയമാണ്, ഭർത്താവിന് ഭാര്യയെ കാണുമ്പോഴത്തേക്ക് ഭയമാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ എന്നെ കുറ്റപ്പെടുത്തുമോ? ഹക്ക് വീട്ടാത്തതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുമോ? ആ പേടിയിൽ പരസ്പരം ഓടിയകലും. ഇതാണ് മഹ്ശറയുടെ ഒരു പൊതുചിത്രം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ബാപ്പയും ഉമ്മയും മക്കളും കുടുംബസമേതം റാഹത്തായി മഹ്ശറയിലേക്ക് പോവാൻ. അപ്പോഴാണ് ചോദ്യം, വഖബല ബഅ്ളുഹും അലാ ബഅ്ളി യതസാഅലൂൻ. മുഅ്മിനെ ശ്രദ്ധിക്ക്, മുഅ്മിനെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കൂട്ടത്തിൽ ചിലരോട് ചോദിക്കുകയാണ്, മക്കൾ ബാപ്പയോട് ചോദിക്കുകയാണ്, അല്ല ബാപ്പാ, നമ്മളുടെ കുടുംബം മാത്രം എന്താ ഇങ്ങനെ? ബാപ്പ മറുപടി നൽകും, മക്കളെ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. നമ്മൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടെ ഒന്നിച്ചു പോകാനുള്ള കാരണം എന്താണെന്നറിയോ? മുമ്പ് നമ്മളെ കുടുംബത്തിൽ അള്ളാനെ പേടിച്ച് ജീവിച്ചവരാണ്. ദീനിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ബാപ്പ കർക്കശ നിലപാടുള്ള ആളായിരുന്നല്ലോ. നിങ്ങളെ ഉമ്മ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഒരു വക്കത്ത് പോലും നമ്മുടെ വീട്ടിൽ ആർക്കും നിസ്കാരം ഖളാ ആയിട്ടില്ലല്ലോ. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത സംസാരം വീട്ടിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നിന്ന് ആ വീട്ടിൽ കുടുംബത്തിൽ അള്ളാനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭ്യമായത് എന്ന് ബാപ്പ മക്കളോട് മറുപടിയായി നൽകുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലാവണം നമ്മളെ കുടുംബജീവിതം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ സദസ്സിൻ്റെ ഭംഗിക്ക് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യം ഇടയ്ക്ക് ഉണർത്തുകയാണ്. അവിടെ സ്ത്രീകൾക്ക് സൗകര്യ പരിമിതി കുറവുണ്ട്, അവിടെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ 300ഓളം ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ മുമ്പിലുള്ള ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ അവിടുന്ന് ഒറ്റ ശബ്ദം ഉണ്ടാക്കരുത്. ഒരാൾ മെല്ലെ പറയുന്നത് ഒരു 10 ആൾ പറഞ്ഞാൽ ആ ശബ്ദ കോലാഹലമായി മാറും. ഒറ്റ കുട്ടി, നിങ്ങൾ നാവ് എല്ലാവരും ചുണ്ട് പൂട്ടിയേ ഇരിക്കാവൂ. ദിക്റ് പോലും ഇപ്പോൾ ചെല്ലണ്ട. ദിക്റെല്ലാം ഞങ്ങളും കൊണ്ട് വിളിച്ചത്. എല്ലാവരും അവിടെ ഒഴിവുള്ള ആളുകൾ സ്ഥലപരിമിതിൻ്റെ അവിടെ ബില്ല് ഒരുക്കില്ലേ, സ്ഥലം ഒരുക്കില്ലേ, സീറ്റുണ്ടല്ലേ, അവിടെ പോയിരിക്കുക. പിന്നെ കുട്ടികളൊന്നും അവിടെ ആ കർട്ടൻ പൊന്തിച്ച് അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. ആരും സദസ്സിന് പ്രയാസപ്പെടുത്തരുത്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ വെള്ളമോ ചായയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വോളണ്ടിയർമാരെ ഒന്ന് വേണമെങ്കിൽ കൈ പൊക്കിയാൽ മതി. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ എന്തോ അസൗകര്യം നേരിട്ടത് കൊണ്ട് ചായ ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർ വോളണ്ടിയേഴ്സ് അവിടെ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചായ നിങ്ങൾക്ക് വേണ്ടതിലൊക്കെ സാധനം ഒന്ന് കൈ പൊക്കിയാൽ മതി, ഒരാൾ കൊണ്ടു തന്നോളും. പിന്നെ മറ്റൊന്ന്, സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ വീടുകളിലൊക്കെയും നമ്മുടെ ഒരു കവറ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. നമ്മുടെ ഈ പരിശുദ്ധമായ ഈ സദസ്സിലുള്ള ഒരു ദുആയിൽ ഭാഗവാക്കാവാനും ഉദ്ദേശിച്ചുകൊണ്ട് ആ കവറ് കൊണ്ടുവന്നവർക്കുടെ മുമ്പിലൂടെ ഒരു ബക്കറ്റ് നമ്മുടെ വോളണ്ടിയേഴ്സ് കൊണ്ടുപോകും. നിങ്ങൾ ആ കവറ് ആ ബക്കറ്റിൽ നിക്ഷേപിക്കണമെന്നും പ്രത്യേകം ഉണർത്തുകയാണ്. സദസ്സിലെ പുരുഷന്മാർ കുറച്ചുകൂടി കൊന്നിങ്ങോട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാറി ഇങ്ങോട്ട് ഇരുന്നാൽ വരുന്ന ആളുകൾക്കൊക്കെ അവിടെ ഇരിക്കാൻ സൗകര്യപ്രദമാകുമായിരുന്നു. അവിടെ വരുന്ന ആളുകൾക്ക് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് കുറച്ചുകൂടി ഈ ഭാഗത്തേക്ക് മാറിയിരുന്നാൽ പ്രയാസം. അല്ലെങ്കിൽ സദസ്സ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും ക്ലാസ് എടുക്കാനൊരു സൗകര്യം നമ്മൾ സദസ്സൊന്ന് ഭംഗിയാക്കണം. പിന്നെ ബാത്റൂമിൻ്റെ സൗകര്യവും മൂത്രമൊഴിക്കാനൊക്കെ തന്നെ എല്ലാ സൗകര്യവും ഇവിടെ സ്ത്രീകൾക്ക് ഇവിടെ ഉണ്ട്. അവിടെ ആ കാട്ടിൻ്റെ ഭാഗത്തൂടെ തന്നെ അവർ വന്നാൽ മതി. പിന്നെ ഒന്നുകൂടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഒന്ന് കേൾക്കണമെന്ന് വിചാരിക്കുന്ന സ്ത്രീകൾക്ക് അസൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ ആരും സംസാരിക്കരുത്. സുഗമമായി അച്ചടക്കത്തോടെല്ലാവരും ഇരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ പ്രസംഗം തുടരുകയാണ്.
മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം, ഇങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും കുടുംബം കൊണ്ട് സന്തോഷം കിട്ടണം, അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതാണല്ലോ വിഷയം. ഖബറിലെത്തി, ഖബറിൽ കിടക്കുമ്പോഴും കുടുംബം കൊണ്ട് സന്തോഷം നിരന്തരമായി കിട്ടി. മഹ്ശറയിൽ നിന്ന് കുടുംബസമേതം നമ്മൾ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോയി. പിന്നെ സ്വർഗത്തിലോഹും വ അസ്വാജുഹും അലൽ അറായികി മുത്തഖിയൂൻ, അവരും ഭാര്യമാരും ആ സ്വർഗത്തിലെ കട്ടിലുകളിൽ ചാരിക്കടക്കുന്ന കഥ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബം, സന്തോഷം, ആ നിലയിൽ സ്വർഗത്തിലെത്തിപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മുഅ്മിനെ. ദുന്യവിയായ സന്തോഷം മാത്രം പോരാ നമുക്ക്. ദുനിയാവിൻ്റെ സന്തോഷത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ശറയിൽ അനുവദനീയമായ നിലയിൽ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനാവശ്യമായ വിദ്യാഭ്യാസം, അതിനാവശ്യമായ ഉല്ലാസങ്ങൾ എല്ലാം ആവാം. ശറയിൽ അനുവദനീയമായ സന്തോഷം ദുനിയാവുമായി ബന്ധപ്പെട്ട് ഏത് നിലയിലും നേടിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനപ്പുറം ഉഖ്റവിയായ സന്തോഷം കൂടെ കിട്ടണമെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ ഒന്നുകൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ബാപ്പ, എപ്പോഴാണ് ഒരു ബാപ്പ മാതൃകായോഗ്യനായ ബാപ്പയാണെന്ന് പറയാൻ കഴിയുക? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ്, കുറച്ചും കൂടി ആളുകൾ ഇങ്ങോട്ട് ഇരുന്ന റാഹത്തായിരുന്നു. ഉസ്താദ് പറഞ്ഞല്ലേ, ഒന്ന് എഴുന്നേൽക്കി, ഒരു 3 സ്വലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മൾ ആ കസാരയിൽ തന്നെ ഇരിക്കാതെ പരമാവധി ഒന്ന് അടുത്തു വന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇരുന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് ധന്യമാക്കുക. മഹാന്മാരായ അഹ്ലുബൈത്തുകളിൽപ്പെട്ട നേതാക്കൾ നമ്മുടെ മജ്ലിസിലേക്ക് വരാനിരിക്കുകയാണ്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മളുടെ മജ്ലിസ് സന്തോഷകരമാക്കി തരട്ടെ. എല്ലാ ഹൈറും സലാമത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക, പരമാവധി മുന്നിലുള്ള കസാരയിലേക്കൊക്കെ കയറിയിരിക്കുക. നമ്മുടെ മജ്ലിസ് കൊണ്ട് വിജയിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചതിനേക്കാൾ ഗൗരവത്തിൽ കണക്കിലെടുക്കണം, ഗൗരവമായി കണക്കിലെടുക്കണം. ഒരു ബാപ്പ, ഒരു പിതാവ് മാതൃകായോഗ്യനായ പിതാവാകുന്നത് എപ്പോഴാണ്? നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, കുടുംബത്തിൽ വിശപ്പെന്താണെന്നറിയാതെ നന്നായി കഴിക്കാനുള്ളത് നേരത്തിന് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ബാപ്പ നല്ല ബാപ്പയാകും. ഇതാണോ ഒരു നല്ല ബാപ്പയുടെ മാനദണ്ഡം? പകലന്തിയോളം ജോലി ചെയ്തിട്ടോ ബിസിനസ് ചെയ്തിട്ടോ മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടോ സമ്പാദ്യമുണ്ടാക്കി വീട്ടിലുള്ളവർക്ക് വിശപ്പറിയാത്ത വിധത്തിൽ ആഹാരങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇതാണോ സത്യത്തിൽ ഒരു നല്ല ബാപ്പയുടെ മാനദണ്ഡം? മുഅ്മിനേ, ഇതാണൊരു നല്ല ബാപ്പയുടെ മാനദണ്ഡമെങ്കിൽ, ഇതാണൊരു നല്ല ബാപ്പയുടെ അളവ് കോലെങ്കിൽ മോശപ്പെട്ട ബാപ്പമാരുടെ ലിസ്റ്റിലാവില്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? നല്ലോണം വയറ് നിറച്ച് കഴിക്കാനുള്ളത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഒരു നല്ല ബാപ്പയുടെ മാനദണ്ഡമെങ്കിൽ എങ്ങനെ നല്ല ബാപ്പമാരുടെ ലിസ്റ്റിൽ അള്ളാന്റെ റസൂല് പെടും? എന്തേ കാര്യം? ആ വീട്ടിൽ പലപ്പോഴും പട്ടിണിയായിരുന്നു, ആ വീട്ടിൽ പലപ്പോഴും പട്ടിണിയായിരുന്നു മുഅ്മിൻ. ഐഷാ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞില്ലേ, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലെ അവസ്ഥ പറയുകയാ, നറൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈൻ മുതതാബിഈൻ വമാ ഫീ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ നസ്തൗഖിദു നാറാ. ഈ ഹദീസൊക്കെ ഒന്ന് ചിന്തിക്കും മുഅ്മിൻ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നറൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈൻ മുതതാബിഈൻ. 1-2 മാസങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെ കടന്നു പോകും.
എന്താ റസൂലുള്ളാന്റെ വീട്ടിലുള്ള അവസ്ഥ എന്നറിയോ? വമാ ഫീ അബിയാതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ നസ്തൗഖിദു നാറാ. ഈ 1-2 മാസങ്ങളൊക്കെ മുത്ത് റസൂലിന്റെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാറുണ്ടായിരുന്നില്ല. അടുപ്പിലൊന്ന് തീ കത്തിക്കാതെ, തീ പുകയാതെ 1, 2, 3 മാസങ്ങളൊക്കെ തുടർച്ചയായി മുത്ത് റസൂലിന്റെ വീട്ടിൽ കഴിഞ്ഞു പോകും. ഒരു പത്തിരി ഉണ്ടാക്കണമെങ്കിൽ ധാന്യം വേണ്ടേ, മാവ് വേണ്ടേ, ഉണ്ടായിരുന്നില്ല. കറി വെക്കണമെങ്കിൽ ആവശ്യമായ വസ്തുക്കൾ വേണ്ടേ, ഉണ്ടായിരുന്നില്ല. അങ്ങനെ പട്ടിണിയായിരുന്നു മാസങ്ങളോളം. ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീവിയോട് സഹാബികളിൽ ചിലർ ചോദിച്ചു, അല്ല ഉമ്മ, പിന്നെ നിങ്ങൾ എന്തായിരുന്നു കഴിച്ചിരുന്നത്? നിങ്ങളുടെ ഭക്ഷണം എന്തായിരുന്നെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്: വമാഹിയ ഇല്ലത്തംറു വൽ മാ. പച്ചവെള്ളവും കാരക്കയുമല്ലാതെ മാസങ്ങളോളം ഞങ്ങൾ കഴിച്ചിട്ടില്ല. ആ നിലയിലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ. കേട്ടിട്ടില്ലേ? വയറ്റത്തൊക്കെ കല്ല് വെച്ച് കെട്ടിയിട്ട് റബ്ബേ وشد من شعب أحشاءه وطوى تحت الحجارة كشحا متصرف الأدم جل مولاي لم دائما أبدا للخلق كلهم وشد من شعب أحشاءه وطوى تحت الحجارة كشحا متصرف الأدم. വിശന്നിട്ട് നേരെ നിവർന്ന് നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ നേതാവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ഖന്തക്ക് ഞങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കവേ അറല്ലത് ലനാ കുദിയത്തുൻ ശദീദ, അതിശക്തമായ ഉറപ്പുള്ളൊരു കല്ല് പ്രത്യക്ഷപ്പെട്ടു. അതൊന്ന് അടിച്ച് തകർക്കാൻ പല പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തി. സാധിക്കാതെ വന്നപ്പോൾ കാര്യം മുത്തുനബിയോട് പറഞ്ഞു. ഹബീബ് പറഞ്ഞു, ബേജാറാവണ്ട, ഞാൻ ഇറങ്ങിക്കോളാം, നിങ്ങളൊന്നും കൂടി നോക്കിയെന്ന് പറയല്ല, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ഫഅഖദൽ മിഅവല, പണിയായുധം എടുത്തു. മുത്ത് റസൂല് വന്നിട്ട് അതിങ്ങനെ കൈയുയർത്തി ബിസ്മി ചൊല്ലിയിട്ട് അടിക്കാനൊരുങ്ങിയപ്പോൾ റസൂലുള്ളാഹിൻ്റെ വയറ്റിലേക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങളിൽ ചിലരൊക്കെ വിശന്നിട്ട് നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു കല്ലാ വെച്ച് കെട്ടിയത്. മുത്ത് റസൂലിൻ്റെ വയറ്റത്ത് 2 കല്ലാണ്. 2 കല്ലാണ്. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് പർവ്വതം തന്നെ നബിയോട് പറഞ്ഞല്ലോ, ഞാൻ വേണമെങ്കിൽ അങ്ങക്ക് സ്വർണമായി മാറിത്തരാം, നിങ്ങളുടെ സമ്മതം കിട്ടിയാൽ മതി. അപ്പോഴാണ് ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തത്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വ അമിത്നി മിസ്കീന ഫഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹ് എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം. മഹ്ശറയിൽ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നിൽക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്, ഈ നബി മാതൃകായോഗ്യനായൊരു ബാപ്പയാണെന്ന് പറയാൻ പറ്റൂലേ? കേവലം ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കലാണ് ഒരു ബാപ്പയുടെ ബാധ്യതയെങ്കിൽ ഒരിക്കലും നല്ല ബാപ്പമാരുടെ ലിസ്റ്റിൽ പെടൂല മുഹമ്മദ് മുസ്തഫ. പിന്നെയോ ശരീരത്തിൻ്റെ ഭക്ഷണത്തേക്കാൾ ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ബാപ്പാക്ക് കഴിയണം. സ്വന്തം കാര്യത്തിലും അവനാൻ്റെ ഭാര്യയുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും സ്വന്തം ശരീരത്തിൻ്റെ ഭക്ഷണത്തേക്കാൾ ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയണം. അപ്പോഴാണ് ബാപ്പ മാതൃകായോഗ്യനാവുന്ന ബാപ്പയാവുന്നത്. അപ്പോഴാണ് ബാപ്പ നല്ല ബാപ്പയാകുന്നത്. നമ്മളിൽ പലർക്കും ആത്മാവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചൊരു ബോധവുമില്ല. എന്താണ് ആത്മാവിൻ്റെ ഭക്ഷണമെന്ന് നമ്മളിൽ പലർക്കും അറിയുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആത്മാവിൻ്റെ ഭക്ഷണം ആഖിറത്തിനുള്ളതാണ്. ആത്മാവിൻ്റെ ഭക്ഷണം ദുനിയാവിനും ആഖിറത്തിനുമുള്ളതാണ്. ശരീരത്തിൻ്റെ ഭക്ഷണം കേവലം ദുനിയാവിന് മാത്രമായി മാറും. അതുകൊണ്ട് തടിയേക്കാൾ ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം.
വീട്ടിൽ പലപ്പോഴും പട്ടിണിയായിരുന്നെങ്കിലും ആത്മീയ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുത്ത് റസൂലിൻ്റെ വീട്ടിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെറിയ ഒരു അശ്രദ്ധ വന്നാൽ വളരെ കൃത്യമായി ഞങ്ങളോട് ഉണർത്തി തരുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തന്നെ ഒരു ദിവസം അന മുൽതജിഅത്തുൻ മുതസബ്ബിഹ, സുബ്ഹിയൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ കിടന്നതാണ്. ആ കിടത്തത്തിൽ ഉറങ്ങിപ്പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം സുബ്ഹ് നിസ്കരിച്ചൊന്ന് കിടന്നു. ഉറങ്ങാൻ വേണ്ടി കിടന്നതൊന്നുമല്ല, പക്ഷെ ആ കിടത്തത്തിൽ ഉറങ്ങിപ്പോയി. ഉദയത്തിന് മുമ്പ് ഉറങ്ങൽ പതിവാക്കുന്നത് കറാഹത്താണ്. എല്ലാ ദിവസവും സുബ്ഹ് നിസ്കരിച്ച് ഉടനെ ഉറങ്ങുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, ഉദയത്തിന് മുമ്പ് എന്നും സുബ്ഹിക്ക് ശേഷം ഉറങ്ങുന്നത് വലിയ ദാരിദ്ര്യമുണ്ടാക്കും. അത് കറാഹത്താണ്. ഫാത്തിമ ബീവി ഒരു ദിവസം സുബ്ഹി നിസ്കരിച്ച് അങ്ങനെ ദിക്റൊക്കെ ചൊല്ലി കിടന്നു. കിടത്തത്തിൽ അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഫമർറ ബി റസൂലുള്ളാഹ്, ഹബീബായ നബി എൻ്റെ അടുത്തേക്ക് വന്നു. ഫഹറകനീ ബിർജിലിഹി, അല്ലാഹുവിൻ്റെ റസൂൽ അവിടത്തെ കാലുകൊണ്ട് എന്നെ ഒന്ന് തട്ടി. ഇപ്പം തന്നെ മനസ്സിലാക്കാം ഈ കിടത്തം റസൂലുള്ളാഹിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫാത്തിമ ബീവി എൻ്റെ റൈഹാൻ പുഷ്പാണ്, ഫാത്തിമത്തു മിൻ ഖിത്അത്തി കബിദി, എൻ്റെ കരളിൻ്റെ കഷ്ണാണെന്നൊക്കെ മുത്ത് റസൂൽ പറയാറുണ്ട്. ആ ഫാത്തിമ ബീവിയെ കാലുകൊണ്ടൊന്നാണ്ട് തട്ടി. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ് ബാപ്പ നിൽക്കുന്നത്. ഉടനെ എന്നോട് പറഞ്ഞു, പൊന്നുമോൾ, ഖൂമീ ഫശ്ഹദീ റിസ്ഖ റബ്ബികി വലാ തകൂനി മിനൽ ഗാഫിലീൻ ഫഇന്നല്ലാഹ യഖ്സിമു അർസാഖൻ നാസി മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇശ് ശംസ്. പൊന്നുമോൾ, ഖൂമി, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഈ സമയത്താണോ മോളെ നീ കിടന്നുറങ്ങുന്നത്? ഈ സമയത്താണോ എൻ്റെ മകൾ ഉറങ്ങുന്നത്? ഖൂമി ഫശ്ഹദി റിസ്ഖ റബ്ബിക്കി, ഈ സമയത്ത് നീ നിന്റെ റബ്ബിനോട് റിസ്ക് തേട്. നിന്റെ റബ്ബിനോട് ആവശ്യമായ റിസ്ക് തേടണം. ഫഇന്നല്ലാഹ യഖ്സിമു അർസാഖൻ നാസി മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇശ് ശംസ്. ഒരു അബ്ദിന് അല്ലാഹു കൊടുക്കണമെന്ന് കണക്കാക്കിയത് കൊടുക്കണോ വേണ്ടേന്ന് അവസാന തീരുമാനമെടുക്കുന്നത് ഓരോ ദിവസവും സൂര്യൻ ഉദിച്ച് ഫജ്ർ സാദിക്ക് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ സുബഹിയുടെ സമയത്ത് ഇവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് മോളെ, ഈ സമയത്ത് ഉറങ്ങല്ല, എഴുന്നേറ്റിട്ട് റബ്ബിനോട് റിസ്ക് ചോദിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം, ഇത് ആത്മാവിൻ്റെ ഭക്ഷണം നൽകിയതാണ്. ചില ഭക്ഷണങ്ങൾ അത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആത്മാവിന് വിഷമായി മാറും. അതും ശ്രദ്ധിക്കണം. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്ന ചില ഭക്ഷണങ്ങൾ, നമ്മൾ നൽകുന്ന ചില ഭക്ഷണങ്ങൾ ശരീരത്തിന് നല്ലതാകും, പക്ഷെ ആത്മാവിനത് വിഷമായി മാറും. അങ്ങനെയുള്ള സമ്പാദ്യവും ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. മക്കൾ നന്നാവണമെങ്കിൽ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, ഹലാലായത് കൊടുക്കണം. ഹറാമ് കൊടുത്തിട്ട് മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമല്ല. യാതൊരു സ്വലാഹിയത്തും മക്കളെ കൊണ്ട് കിട്ടൂല. ഹറാമായ നിലയിൽ സമ്പാദിച്ച് അതാണ് നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നൽകുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട്, കുടുംബം കൊണ്ട് സന്തോഷമുണ്ടാവില്ല. അവരിൽ നിന്ന് സ്വലാഹിയത്ത് പ്രതീക്ഷിക്കണ്ട. അത് വലിയ പ്രശ്നമാണ്. നിങ്ങളറിയോ, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായപ്പോൾ വിശന്നിട്ട് നിർവാഹമില്ലാതെ ഈത്തപ്പഴത്തിൻ്റെ കൂമ്പാരത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴെടുത്ത് വായയിലിട്ടു. സംഗതി അത് സക്കാത്തിൻ്റെ മുതലായിരുന്നു. സക്കാത്തിൻ്റെ മുതൽ മുത്തുനബിക്കോ അഹ്ലുബൈത്തിനോ അനുവദനീയമല്ലല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പേരക്കുട്ടിയല്ലേ, കുട്ടിക്കത് സക്കാത്തിൻ്റെ മുതലാണെന്നൊന്നും അറിയൂല. വിശന്നിട്ട് കൊടല് കരിഞ്ഞിട്ട് ഒരു ഈത്തപ്പഴെടുത്ത് വായയിലിട്ടു. ഇത് മുത്ത് റസൂൽ കാണുകയാണ്. എന്താ ഹബീബായ നബി തങ്ങൾ ചെയ്തത്?
കുട്ടികളല്ലേ, സാരല്ല, കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയോ? ഹബീബായ നബി തങ്ങൾ ചെയ്തതെന്താണെന്ന് ശ്രദ്ധിക്കണം. വേഗം ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തൻ്റെ ചൂണ്ടുവിരൽ ആ കുട്ടിയുടെ വായയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. വായയിലുള്ള ഈത്തപ്പഴം മാന്തിയെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇത് കഴിക്കല്ല മോനെ, ഹാദാ ഹറാമുൻ അലയ്യ വഅലൈക്, കുല്ലു മാ നബത മിനൽ ഹറാമി അന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായതുകൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് നരകമാണ്. ഹറാമിൽ നിന്നൊരു തുള്ളി രക്തമുണ്ടായാൽ ആ ശരീരം നരകം കൊണ്ട് ബന്ധപ്പെട്ട ശരീരമാകും. അപ്പോൾ അയാളിൽ നിന്ന് നരകത്തിലേക്ക് അടുപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ ഉണ്ടാകൂ, അത്തരത്തിലുള്ള സ്വഭാവമേ കാണിക്കൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും ഇന്ന് സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മളിൽ പലരും അശ്രദ്ധരാണ്. ഹലാലും ഹറാമൊന്നും വിഷയമല്ല, എന്നിട്ട് കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത, അത് വലിയ നാശങ്ങളുണ്ടാക്കും. അതുകൊണ്ട് വലിയ നാശമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മിനെ ശ്രദ്ധിക്കണം. മനിഷ്തറാ സൗബം ബിഅശറത ദറാഹിം ഫീഹി ദിർഹമുൻ ഹറാം ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ മാ ദാമ അലൈഹി. നമ്മളിപ്പോൾ ഒരു ഷർട്ട് ധരിച്ച് നിസ്കരിക്കുകയാണ്. ₹1 ഹറാം കലർന്ന, ഹറാമിൻ്റെ ₹1 കലർന്ന ആ ഒരു നിലയിലാണ് ഈ വസ്ത്രമുള്ളതെങ്കിൽ ഇത് ധരിച്ച് നിസ്കരിക്കുന്ന കാലത്തോളം അള്ളാഹു ആ നിസ്കാരം സ്വീകരിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ₹500 കൊടുത്തൊരു ഷർട്ട് പീസ് വാങ്ങി, അതിന് 495 ഹലാലായ പൈസ, ₹5 ഹറാമാണ്. എന്നാൽ ആ ഷർട്ട് ധരിച്ച് നിസ്കരിക്കുന്ന കാലത്തോളം നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ഇത് ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. മനിഷ്തറാ സൗബൻ ബിഅശറത ദറാഹിം, 10 ദിർഹം കൊടുത്തൊരാൾ ഒരു വസ്ത്രം വാങ്ങി, ഫീഹി ദിർഹമുൻ ഹറാം, അതിൽ 9 ഹലാലാണ്. 9 ഹലാലാണ്, 1 ഹറാമാണ്. എന്നാലും തുഖ്ബൽ ലഹു സ്വലാത്തുൻ മാ ദാമ അലൈഹി, ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്ന കാലത്തോളം അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഇത് പറഞ്ഞിട്ട് ഇബ്നു ഉമർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? സുമ്മാ ദഖല സബാബതഹു ഫീ ഉദ്നൈഹി, തന്റെ ചൂണ്ടുവിരൽ ചെവിയിലേക്ക് പ്രവേശിപ്പിച്ചു. സുമ്മ ഖാല സുമ്മതാ മാലം മസ്മഅ മിർ റസൂലില്ലാഹ്. ഈ ഹദീസ് പറഞ്ഞിട്ട് ചെവിയിലേക്ക് വിരലങ്ങ് വെച്ചിട്ട് പറഞ്ഞു, ഇതാ അള്ളാന്റെ റസൂലിൽ നിന്ന് ഈ ഹദീസ് ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചെവിയാണ്ട് പൊട്ടിപ്പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പാണ്, ഞാൻ കേട്ടിട്ട് പറയാണെന്നർത്ഥം. ഹറാമായ സമ്പാദ്യം അത് വലിയ നാശത്തിലേക്ക് നമ്മൾ എത്തിക്കും. അതാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ, അതാണ് മക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ, യാതൊരു സ്വലാഹിയത്തും ഖൈറും ആ മക്കളെ കൊണ്ട്, ആ കുടുംബം കൊണ്ട് പ്രതീക്ഷിക്കേണ്ട. പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ അക്കൗണ്ടിലേക്ക് ഹറാമിൻ്റെ 1% പോലും വരൂല എന്നുള്ള നിർബന്ധത്തോടുകൂടെ ഇന്ന് ജീവിക്കുക എന്നത് ഏറ്റവും വലിയൊരു ജിഹാദാണ്. അത് ഏറ്റവും വലിയ പ്രതിഫലാർഹമായ സംഗതിയാണ്. പലിശയൊക്കെ പല അർത്ഥത്തിലും നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടം അള്ളാഹു കാക്കട്ടെ. നിസാരമല്ലല്ലോ മുഅ്മിൻ. പരമാവധി നമ്മൾ തടഞ്ഞു വെക്കാൻ ശ്രമിക്കണം. നമ്മൾ പരമാവധി അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കണം. പലിശയ്ക്ക് 70 ശാഖകളാണ്. അതിലേറ്റവും നിസാരമായത് ഒരാൾ തൻ്റെ സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നത് പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാൾ ഇതിൻ്റെ ഗൗരവം പറയാൻ എന്ത് ഹദീസാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? പലിശയ്ക്ക് 70 ശാഖകളാണ്. ഐസറുഹ, അതിലേറ്റവും ലഘുവായത്, നിസാരമായത് ഉമ്മയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലെ. ചില ആളുകൾ പലപ്പോഴും പലിശയൊക്കെ സ്വീകരിക്കുമ്പോൾ പറയും, അത് ചെറിയ ശതമാനമല്ലല്ലോ, അതൊരു ചെറിയ ശതമാനമല്ലല്ലോ, അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല എന്നുള്ള നിലക്ക്. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഭാര്യയോട് പറയാണ്, നിൻ്റെ ആ മാല അങ്ങോട്ട് ഊരിയ,
എൻ്റെ പാദസ്ഥാനം ടൂര്യ കുറച്ച് അത്യാവശ്യമുണ്ട്, നമുക്കൊരാഴ്ച കൊണ്ട് അങ്ങ് എടുക്കുക. അങ്ങനെ ഇയാൾ പോയി അത് പണയപ്പെടുത്തുന്നു, കാശ് വാങ്ങുന്നു. പിന്നീട് ആ വാങ്ങിയ കാശ് കൊടുത്താൽ ആ സ്വർണം തിരിച്ചിട്ടില്ലല്ലോ. 4 പവൻ പണയം വെച്ചു. അയാളൊരു 50,000 റുപ്യ വാങ്ങി. 2 മാസം കഴിഞ്ഞു, ഇല്ല 1 കൊല്ലം കഴിഞ്ഞു, ഈ 50,000 കൊണ്ടുപോയി കൊടുത്താൽ ആ സ്വർണം തിരിച്ചിട്ടുവോ? നിങ്ങളൊരു പരിചയമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അത് തിരിച്ചിട്ടുവോ? തിരിച്ചു കിട്ടൂല. കൂട്ടിക്കൊടുക്കണം. ആ കൊടുക്കുന്നത് പലിശയാണ്. പലിശ വാങ്ങുന്ന ഹുക്കുമ തന്നെയാ, പലിശ കൊടുക്കുന്ന ഹുക്കുമ തന്നെയാണ്. പലിശ വാങ്ങലും ഒക്കെ ഒരേ ഹുക്കുമ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പലിശക്കാരൻ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്കെത്താൻ 3000 കൊല്ലം വേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്നുള്ള വിഷയം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ മുസ്ലിയാരെ ഈ പലിശയെക്കുറിച്ച് പറയണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പലിശ വാങ്ങുകയും കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് കുടുംബസമേതം എന്നല്ല ഒരു നിലക്കും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഈ സമ്പാദ്യത്തിൽ ഹറാം കലർന്നാൽ അത് അവനാൻ്റെ തടിയുമായി മാത്രം ബന്ധപ്പെടുന്ന വിഷയമല്ല, അത് അവൻ്റെ കുടുംബത്തെയും ബാധിക്കുന്ന വിഷയമാണ്. പടച്ചോനെ റബ്ബ് കാക്കട്ടെ. 3000 കൊല്ലം വേണം പലിശക്കാരന് ഖബറിൽ നിന്നും മഹ്ശറയിലേക്ക് എത്താൻ. സഹാബികൾ ചോദിച്ചു, അതെന്താണ് നബിയെ കാരണം? ഹബീബായ നബി തങ്ങളുടെ മറുപടി, ലികിബരി ബത്വനിഹി, ലികിബരി ബത്വനിഹി, അവൻ്റെ വയറിൻ്റെ വലുപ്പം കൊണ്ടാണ്. തുറാമിൻ ഖാരിജിഹൽ ഹയ്യാത്തു വല്ലഖാരിബു, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവൻ്റെ വയറ്റിനുള്ളിൽ പാമ്പുകളെയും തേളുകളെയും കാണാമല്ലോ, അതവൻ്റെ ആമാശയത്തെയും കുടലിനെയും കുത്തി വലിക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്, ഈ വയറിൻ്റെ വലുപ്പം കൊണ്ട് ആ ഖബറിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അവൻ വീഴും. അവന് എഴുന്നേൽക്കാൻ കഴിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഉരുണ്ടുമറഞ്ഞ് നിരങ്ങി മഹ്ശറയിലെത്തുമ്പോഴത്തേക്ക് 3000 കൊല്ലം കഴിഞ്ഞിരിക്കും. മുഅ്മിനെ ശ്രദ്ധിക്ക, മുഅ്മിനെ, ഈ വയറുമായി എങ്ങനെയാ നരകത്തിൻ്റെ നേരെ മുകളിലുള്ള സിറാത്ത് പാലം അയാൾ വിട്ടുകിടക്കുന്നത്? മആദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്കണേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൻ്റെ നേരെ മുകളിലാണ് ഈ സിറാത്ത് പാലം. പലിശക്കാരൻ്റെ വലിയ വയറുമായി എങ്ങനെയാണ് ആ പാലം വിട്ടുകിടക്കുക? അതുകൊണ്ട് മുഅ്മിനെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊക്കെ ആരെങ്കിലും പെട്ടുപോയെങ്കിൽ കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു നമുക്ക് അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് മാപ്പാക്കി തരട്ടെ. അല്ലാഹു തആല നമുക്ക് മാപ്പ് നൽകട്ടെ. ഇനി അതിലൊക്കെ പെട്ടുപോയവരുണ്ടെങ്കിൽ ഒന്ന് പൂർണ്ണമായും രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. കുടുങ്ങിയിട്ട് ലോൺ എടുക്കുകയും കുടുങ്ങിയിട്ട് കാശ് വാങ്ങുകയൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് തീർത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളുടെ മക്കൾ, കുടുംബം നന്നാവാൻ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നാണ് സമ്പാദ്യം ഹലാലാവണം. ഹറാം കലർന്നത് ഭാര്യക്കോ മക്കൾക്കോ കൊടുത്താൽ ഒരു തരത്തിലുള്ള ഖൈറും അവരെ കൊണ്ട് ലഭിക്കില്ല. അതുകൊണ്ട് മുഅ്മിനെ, ആത്മാവിൻ്റെ ഭക്ഷണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു ബാപ്പ മാതൃകായോഗ്യനായ ബാപ്പയാകുന്നത്. ആവശ്യാനുസരണമുള്ള ഉപദേശങ്ങൾ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി പറഞ്ഞല്ലോ. തൻ്റെ മോനോട് ചെയ്യുന്നൊരു ഉപദേശം, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇളുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. അവിടെ ബാപ്പ മകനെ ഉപദേശിക്കുകയാണ്. പക്ഷെ ആ ബാപ്പയുടെ ഒരു ശൈലി കണ്ടോ നിങ്ങൾ? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇളുഹു. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് വഅള് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കവേ അദ്ദേഹം പറയുന്നു, യാ ബുനയ്യ. ആ പ്രയോഗം ശ്രദ്ധിക്കണം. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോനെ. ആ വിളിയിൽ തന്നെ ചില ആശയങ്ങളുണ്ട്. ആ വിളിയിൽ തന്നെ പലതും പഠിക്കാനുണ്ട്. ആ മകന് തോന്നാണ്, എൻ്റെ ബാപ്പ എന്നോട്
സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് എന്ന ആ ഒരു ആശയം ആ വിളിയിൽ തന്നെയുണ്ട്. പലപ്പോഴും നമ്മൾ മക്കളെയൊക്കെ ഉപദേശിക്കുമ്പോൾ വിപരീത ഫലം ഉണ്ടാവാനുള്ള കാരണം അതതിൻ്റെ ആ ഒരു രീതി മാറുന്നത് കൊണ്ടാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോൻ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ശിർക്ക് ഏറ്റവും വലിയ ളുൽമാൻ. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും വലിയ ളുൽമ് ശിർക്കാ. അതുകൊണ്ട് ശിർക്കിൻ്റെ വാക്കുകളോ പ്രവർത്തനങ്ങളോ വിശ്വാസങ്ങളോ ഉണ്ടാവരുത്. പാപ്പ മകനെ ഉപദേശിച്ചു കൊടുക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ മക്കളെ പല അന്ധവിശ്വാസങ്ങളും പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ അന്ധവിശ്വാസങ്ങളുമായിട്ട് നടക്കുന്നു. ആ അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നു. മഅദല്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിൽ കുറേ വിശ്വാസങ്ങൾ. ചില പക്ഷികളുടെയൊക്കെ കരച്ചിൽ കേട്ടാൽ പറയുക ചെയ്യും, അല്ലാ കരയുന്നുണ്ടല്ലോ, അത് കരഞ്ഞാൽ നാട്ടിൽ, അത് കേട്ടിട്ടില്ലേ? കൂമൻ, കുറ്റിച്ചൂളാൻ, ഇതൊക്കെ കരഞ്ഞാൽ പറയും കരയുന്നുണ്ടല്ലോ, അതിൻ്റെ കരച്ചിൽ കേട്ടാൽ പറയും നാട്ടിൽ മരണം ഉണ്ടാവും. അക്കരെ കരഞ്ഞാൽ ഇക്കരെ മരണം, ഇക്കരെ കരഞ്ഞാൽ അക്കരെ മരണം. അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുമായി നടക്കുന്നവരുണ്ട്. പക്ഷികളുടെ കരച്ചിൽ കൊണ്ട് ലക്ഷണം പറയുക, ചില ജീവികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങിയപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുള്ള മാവിൽ നിന്ന് കാക്ക അങ്ങനെ വല്ലാതെ കുറുകുന്നുണ്ട്. അപ്പോൾ പറയും, കാക്കൻ്റെ കുറുകൽ കേട്ടാൽ നിങ്ങളറിയില്ലേ? അല്ലേ? അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുക. എന്താ പറയുക? ഇന്ന് വിരുന്നാർ വരാണ്ട്. നോക്കിയാണ് ഈ കാക്ക വല്ലാതെ കുറുകുന്നുണ്ട് കേട്ടോ, ഒന്നെന്തായാലും വിരുന്നാർ വരും. എങ്ങാനും അന്ന് വല്ല വിരുന്നാരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഖുർആൻ ഓതി പറഞ്ഞിട്ടും കാര്യമല്ല, ഹദീസ് പറഞ്ഞിട്ടും കാര്യമല്ല, കാക്ക കുറുകുമ്പോഴത്തേക്ക് ഒരുങ്ങൽ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഈ പച്ചപ്പയ്യ്, പച്ചത്തുള്ളെന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. അതൊക്കെ ശരീരത്തിൽ വന്നിരുന്നാൽ എന്ത് പറയും? പൈസ കിട്ടും അല്ലേ? പച്ചപ്പയ്യ എന്നല്ലേ പറയാ? നിങ്ങളൊന്ന് പറയല്ലേ? പച്ചപ്പയ്യ്, പച്ചത്തുള്ളൻ ശരീരത്തിൽ വന്നിരുന്നാൽ പറയും അതവിടെ നിന്നോട്ടെ, അതിനെ തട്ടണ്ട, അത് വന്നിരുന്നാൽ പൈസ കിട്ടും. കീശൻ്റെ അടുത്തൊക്കെ വന്നിരുന്നാൽ പിന്നെ ശ്വാസം തന്നെ വിടൂല. കാരണം കണ്ടു പോയാൽ കായ് പോകുമല്ലോ എന്നുള്ള ബേജാറാണ്. വല്യാപ്പയും വല്യമ്മയൊക്കെ മക്കളോട് പറയും ചെയ്യും, മക്കളെ അതവിടെ നിന്നോട്ടെ, അതിനെ തട്ടണ്ട. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വയല് കേട്ടാലും എന്നാലും അത് ശരീരത്തിൽ വന്നിരുന്നാൽ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും, തട്ടിവിടൂല. ഇങ്ങനെ എന്തെല്ലാം ഖുർആനിലുണ്ടോ അങ്ങനെ? ഹദീസിലുണ്ടോ അങ്ങനെ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അത്വീറത്തു ശിർക്കുൻ, അത്വീറത്തു ശിർക്കുൻ, അത്വീറത്തു ശിർക്കുൻ ഖാലഹു സലാസ. പക്ഷിയുടെ കരച്ചിൽ കൊണ്ട് ലക്ഷണം പറയൽ ശിർക്കാണ്. പക്ഷിയെ പറപ്പിച്ച് ലക്ഷണം പിടിക്കൽ ശിർക്കാണ്. പക്ഷിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയുന്നത് ശിർക്കാണ്. ഖാലഹു സലാസ, 3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വിശദീകരിച്ച് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഇതൊരു പക്ഷിക്ക് മാത്രം ബാധകമല്ല, വകതിരിവില്ലാത്ത ഒരു ജീവിയുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയാൻ പാടില്ല. ഒരു പക്ഷി എന്നുള്ളത് മാത്രമല്ല, പക്ഷിയും പെടും. പഴയ കാലത്തൊക്കെ ഈ കൈനോട്ടക്കാർ കൂട്ടിലൊരു തത്തയെയുമായി നടക്കും, കണ്ടിട്ടില്ലേ? ഒരു കൂട്ടിൽ തത്തയെയുമായി നടക്കും. കുറേ ഷീറ്റുകളും ഉണ്ടാകും. എന്നിട്ട് ആരെങ്കിലും കൈ നോക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ തത്തയെ വിട്ടിട്ട് ഒരു ഷീറ്റ് എടുപ്പിക്കും. പിന്നെ അതിനനുസരിച്ച് വയല് പറയും. അതൊന്നും ഒരു നിലയിലും മുഅ്മിനീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. പക്ഷിയെ കൊണ്ട് ലക്ഷണം പറയൽ ശിർക്കാണ് എന്നതുപോലെ വകതിരിവില്ലാത്ത ജീവികളെ കൊണ്ട് ലക്ഷണം പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ. 3-4 ആൾ ഒരു സ്ഥലത്തിരുന്ന് ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ, എന്തോ പറയുമ്പോഴാണ് പെട്ടെന്ന് അയാൾ അങ്ങോട്ട് കയറി വന്നത്. ഉടനെ പറയും, എന്തെങ്കിലും ഉണ്ടാത്ത. നമ്മളൊരു 4-5 ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അയാൾ അങ്ങോട്ട് കയറി വന്നാൽ എന്ത് പറയും? 100 ആയുസ്സാണ്, അടുത്തൊന്നും മരിക്കൂല. നിന്നെക്കുറിച്ച് പറഞ്ഞ് നാവിടുത്തില്ല, അപ്പോഴത്തേക്ക് എത്തിയല്ലോ, ഏതായാലും അടുത്തൊന്നും മരിക്കൂല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മൂപ്പർക്ക് ഒരു ആശ്വാസമാണ്. ഓ, ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും മരിക്കൂലല്ലോ എന്നുള്ളൊരാശ്വാസം. ഇതാര് പറഞ്ഞു? നിന്നെക്കുറിച്ചൊരു ടീം ഇങ്ങനെ പറയുമ്പോൾ നീ അങ്ങോട്ട് കയറി ചെന്നാൽ നിനക്ക് പെട്ടെന്ന് മരണമില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ?
അങ്ങനെ ഖുർആനിലുണ്ടോ? ഇതൊക്കെ ഈമാൻകാരും ഇസ്ലാംകാരും വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ച് നടക്കുന്ന പല ആളുകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് തരിപ്പ് പോയാൽ അപ്പോൾ പറയും ആരോ പറയുന്നുണ്ട്, ആരോ കുറ്റം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഭക്ഷണത്തിൽ തരിപ്പ് പോയത്. സംഗതി കിട്ടിയപ്പം വാരി മിണുങ്ങി കഴിച്ചു, അതിനും കുറ്റം വേറുള്ളവർക്കാ. ഇങ്ങനെയൊക്കെയുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. ഇതൊക്കെ രക്ഷിതാക്കൾ പണ്ടേ അങ്ങനെ വിശ്വസിച്ചു വന്നു, അതൊക്കെ മക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അന്ധവിശ്വാസങ്ങളും ശിർക്കിലേക്ക് ചേർക്കുന്ന വിശ്വാസങ്ങളും മആദല്ലാഹ്, ഇലാഹായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ബാപ്പ മാതൃകായോഗ്യനായ ബാപ്പയാവണം. ബാപ്പ മക്കളുടെ കാര്യത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ഭക്ഷണത്തേക്കാൾ ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഒരു ഉമ്മ ഏറ്റവും നല്ല ഉമ്മയാകുന്നത് പാപ്പ കൊണ്ടുവരുന്നതൊക്കെ കരിച്ചും പൊരിച്ചും നന്നാക്കി കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഉമ്മയാവുക. അങ്ങനെ വിചാരിക്കരുത്. തട്ടിയുടെ ഭക്ഷണത്തേക്കാൾ മക്കളുടെ വിഷയത്തിൽ ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഉമ്മ, ആ ഉമ്മയാണ് ഏറ്റവും നല്ല മാതൃകായോഗ്യയായ ഉമ്മ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മക്കളുടെ കാര്യത്തിൽ ഇശാ മഗ്‌രിബിനിടയിൽ സൂറത്തുൽ വാഖിയ ഓതാറുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഉമ്മയും ബാപ്പയും, മക്കളുടെ കാര്യത്തിൽ ഇശാ മഗ്‌രിബിനിടയിൽ സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഉമ്മയും ബാപ്പയും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനാദ്യം ഉമ്മയും ബാപ്പയും അതൊക്കെ ശീലിക്കണം. എന്നിട്ട് മക്കൾക്കത് പറഞ്ഞ് അവരെ അത് ശീലിപ്പിക്കണം. അങ്ങനെയാകുമ്പോഴാണ് മാതൃകായോഗ്യമായ കുടുംബമാകുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. മക്കളുടെ കാര്യത്തിൽ ഉമ്മയുടെ പങ്ക് നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. തർബിയത്തിൻ്റെ വിഷയത്തിൽ മുന്നിൽ നിൽക്കേണ്ടത് ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, മോനെ, ഞാൻ നിൻ്റെ ബാപ്പയാണ്, എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്, ഞാനിപ്പോൾ വരുന്നത് ഫലസ്തീനിൽ നിന്നാണ്, ഒരു സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. എന്താ സ്വപ്നം എന്നറിയോ? നിന്നെ അറുക്കണമെന്നാണ്. എന്താ മോനെ നിൻ്റെ അഭിപ്രായം? അപ്പോൾ ആ മകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ബാപ്പ ഫഫ്അൽ മാ തുഅ്മർ, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ട് പിന്നെ നിങ്ങളെന്തിനാണ് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്? അള്ളാഹു കൽപ്പിച്ചതുപോലാണ്ട് ചെയ്താൽ പോരെ. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു മറുപടി ആ മകനെ പറയാൻ പ്രേരിപ്പിച്ചത്, പഠിപ്പിച്ചത്, ആ മകന് തർബിയത്ത് നൽകിയത് ആരാ? ബാപ്പയാണോ? അല്ല. ബാപ്പ പണ്ട് ഈ മക്കയിൽ ബാപ്പ വന്ന് ഉമ്മയെയും കുഞ്ഞിനെയും അവിടെ ഇറക്കി വിട്ട് തിരിച്ചു പോയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാകുന്നു. പരീക്ഷണാർത്ഥം അല്ലാഹു തആലയുടെ കൽപ്പന, ഈ കുഞ്ഞിനെയും ഉമ്മയെയും അങ്ങകലെ മക്കയിൽ കൊണ്ടുപോയി പാർപ്പിക്കണം. അന്നത്തെ മക്ക ഇന്നത്തേതുപോലെയല്ല. അന്ന് കഅബാലയം തന്നെയില്ല. കഅബാലയത്തിൻ്റെ അടുത്ത് പാർപ്പിക്കാനാ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. റബ്ബിൻ്റെ കൽപ്പന കേട്ടപ്പോൾ പെട്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായി മകനെയും ഭാര്യയെയും കൂട്ടി യാത്ര പോയി. മക്കയിലെത്തി. കഅബാലയം നിന്ന സ്ഥലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുന്നു. ഭാര്യയെയും കുട്ടിയെയും ഇറക്കി തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ആ ഉമ്മ ചോദിച്ചു, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾക്കിതെന്തിൻ്റെ കേടാണ്? നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇലായിന തഖ്റുജ് وتتركنا في هذا الوادي الذي ليس فيه إنس ولا أنيس. അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, ഇവിടെ ഒരു പച്ചപ്പില്ല, സഹായം ചോദിക്കാൻ ഒരാളില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമൊന്നും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് എൻ്റെ മുലയിൽ ഒരല്പം പോലും പാലില്ല. കുട്ടി കരയുന്നു. നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു? മറുപടിയില്ല. രണ്ടാമതും ആ ഉമ്മ ചോദിച്ചു, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മറുപടിയില്ല. മൂന്നാമതും ചോദിച്ചു, മറുപടിയില്ല. നാലാമതാ ഉമ്മയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, അല്ലാഹു അമറക ബിഹാദാ, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൽപ്പിച്ചത് അല്ലാഹുവാണോ?
ഇത് ഇലാഹായ റബ്ബിന്റെ കൽപ്പനയാണോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അന്നം, ഇബ്രാഹിം നബിയുടെ മറുപടി അതെ, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഞാനിതൊന്നും എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്യുകയല്ല, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഓഹോ അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലേ, ഇതല്ല യുളയ്യുന, എന്നാ ഒരു ബേജാറുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക, ഞങ്ങളെ കാര്യം അള്ളാഹു നോക്കിക്കോളും. ആ തവക്കുലിന് അള്ളാഹു നൽകിയ സമ്മാനമാണ് സംസം. അങ്ങനെ ഇബ്രാഹിം നബി പോയി. പിന്നെ ഈ കുഞ്ഞിന് വേണ്ട എല്ലാ തരത്തിലുള്ള തർബിയത്തും നൽകുന്നത് ഈ ഉമ്മയാണ്. ബാപ്പയിൽ നിന്ന് അന്ന് കുട്ടിക്ക് ഒരു തർബിയത്തും കിട്ടിയിട്ടില്ല. ഉമ്മയുടെ മടിത്തട്ടിൽ വളർന്ന ഈ കുഞ്ഞ് അള്ളാഹുവിനെ അറിഞ്ഞു. ഉമ്മ എപ്പോഴും ബാപ്പയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പൂർണ്ണ ഈമാനോടുകൂടെ ആ കുഞ്ഞിങ്ങനെ വളർന്നു വരികയാണ്. ഉമ്മയുടെ സമ്പൂർണ്ണ തർബിയത്തിലാണ്. ചിലന്മാരൊക്കെ പറയാറുണ്ട്, ബാപ്പ ഗൾഫിലാ, ഓനോട് ഞാൻ പറഞ്ഞ അവൻ കേൾക്കൂല, അവനവന് തോന്നിയ വഴിക്ക് പോകും. സഹോദരിമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഭാഗത്തുനിന്ന് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവർക്കൊക്കെ വല്ലാത്ത പ്രയാസമുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, നിങ്ങൾ ചുണ്ടനക്കണം, ചുണ്ട് പൂട്ടിക്കളയണം. ഇപ്പോൾ ദിക്റിന് പോലെ നിങ്ങൾ ചുണ്ട് തുറക്കരുത്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുകയാണ്, ഒരു കുട്ടിയും ഒരാളും അവിടെ നിന്ന് സംസാരിക്കരുത് എന്ന് പ്രത്യേകം ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലെങ്കിലും മുഅ്മിനീങ്ങളെ, ഈ ഹദീസൊക്കെ പറയുന്ന, ഖുർആൻ പറയുന്ന സദസ്സിൽ എങ്ങനെ വർത്താനം പറയാം? നിങ്ങളറിയോ, മാസങ്ങളോളം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ മകൻ സാലിം എന്നവരോട് തെറ്റി, മിണ്ടിയില്ല, വർത്താനം പറഞ്ഞില്ല, തെറ്റി നടന്നു. എന്തിനാ ബാപ്പ മകനോട് തെറ്റിയെന്നറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ ഒരു ഹദീസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കണം. ഒരു ഹദീസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മകൻ സാലിം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആ ഹദീസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം മകൻ ബാപ്പയോട് ചോദിച്ചു. ബാപ്പ അത് മെയിൻറ്റ് ചെയ്തില്ല. ഹദീസൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാപ്പ പറഞ്ഞു, ലാ ഉകല്ലിമുക അബദ, ഇനി നിന്നോട് വർത്താനല്ല, പോ അവിടുന്ന്. ഹബീബായ നബിയുടെ ഹദീസാ നീ മുറിച്ചു കളഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുമ്പോ എന്തടാ അതിനിടയിൽ വന്ന് നീ സംസാരിച്ചത്? ഇത് അനാദരവാണ്. അതുകൊണ്ട് ലാ ഉകല്ലിമുക അബദാ, പോവിടുന്ന്, ഇനി നിന്നോട് ഞാൻ മിണ്ടില്ല. നീ മുത്തുനബിയുടെ ഹദീസ് ശ്രദ്ധിക്കാത്തവനാണെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. എന്താണ് പെണ്ണുങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ ഹദീസും വിശുദ്ധ ഖുർആനും പറയുന്നിടത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് വർത്താനം പറയാൻ കഴിയുന്നത്? പടച്ചോനെ, അങ്ങനെ ഉണ്ടാവരുതേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാര്യങ്ങളിൽ ഏറ്റവും വലിയ കാര്യം അദബാൻ. ഒരു ബാപ്പാക്ക് മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന ആ ബാപ്പ മകനെ അദബ് പഠിപ്പിക്കലാ. മാനഹലവാലിദുൻ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ബാപ്പ മകന് നൽകുന്ന ഏറ്റവും വലിയ ഹദിയ, ഏറ്റവും വലിയ സമ്മാനം ആ മകനെ അദബ് പഠിപ്പിക്കലാണ്. അദബും കുരുത്തും പൊരുത്തൊന്നുമില്ലാതെ എന്തും എങ്ങനെയും എപ്പോഴും എവിടുന്നും ആവാം. അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വളർന്നു വന്നാൽ അത് പരാജയത്തിലേക്ക് എത്താൻ കാരണമാകും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അദബും ബഹുമാനവും ഒന്നുമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് റസൂൽ പറയുന്നുണ്ട്. യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. അന്ന് ലാ യുസ്ബഉ ഫീഹിൽ ആലിം വലാ യുസ്തഹിയാ ഫീഹി മിനൽ ഹലീം വലാ യുഖറു ഫീഹിൽ കബീർ വലാ യുർഹമു ഫീഹി സഗീർ യഖ്തുലു ബഅ്ളുഹും ബഅ്ലൻ അലദ് ദുനിയാ ലാ യഅരിഫൂന മഅറൂഫാ വലാ യുൻകിറൂന മുൻകറാ ഉലൈക ശിറാറു ഖൽഖില്ലാഹ്.
2 തവണ ഉസ്താദിന് ഇവിടെ എഴുന്നേറ്റ് പറയേണ്ടി വന്നല്ലോ, പെണ്ണുങ്ങളെ നിങ്ങൾ വർത്താനം പറയല്ലേ, അടുത്തുള്ളവരെങ്കിലും ഒന്ന് കേട്ടോട്ടെ, നിങ്ങളൊന്ന് മിണ്ടല്ലേ, ദിക്റ് പോലും ചെല്ലരുത് എന്ന് പറഞ്ഞതൊരു വർത്താനാണ്. അല്ലാഹു തആല അദബുള്ളവരിൽ നമ്മൾ പെടുത്തി തരട്ടെ. അദബില്ലാത്ത ഒരു സമൂഹം വളർന്നു വരിക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് അടയാളാണല്ലോ. പടച്ചോനെ മുത്ത് റസൂൽ പറയാണ്, ലാ യഅതി അലന്നാസി സമ്മാൻ, ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്, അന്ന് ലാ യുത്ബഉ ഫീഹിൽ ആലിം, ആലിമിന് വലിയ വിലയൊന്നും കൽപ്പിക്കൂല, ആലിമിനെ പിൻപറ്റപ്പെടുകയില്ല, ആലിമിൻ്റെ വർത്താനത്തിനൊന്നും വലിയ നിലയും വരെ ഉണ്ടാവില്ല. വലാ യുസ്തഹിയ ഫീഹി മിനൽ ഹലീം, ഞാനിങ്ങനെയൊക്കെ ചെയ്താൽ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നാട്ടിലുള്ള മാന്യന്മാർ കാണുമല്ലോ, കേൾക്കുമല്ലോ, അറിയല്ലോ, അങ്ങനെ ഒരു ലജ്ജ അതുണ്ടാവില്ല. ഒരു ലജ്ജ ആളുകൾ അറിഞ്ഞാൽ മോശമല്ലേ, ആളുകൾ കേട്ടാൽ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ലജ്ജ അതുണ്ടാവില്ല. ലാ യൂഖറു ഫീഹിൽ കബീർ, അന്ന് വലിയവരെ അങ്ങനെ ബഹുമാനിക്കപ്പെടുകയൊന്നുമില്ല. വലിയവരോടുള്ളൊരു ബഹുമാനം അതൊക്കെ അന്ന് കുറയും. വലാ യുർഹമു ഫീഹി സഗീർ, ചെറിയവരോടന്ന് കാരുണ്യം കാണിക്കപ്പെടുകയില്ല. ചെറിയവരോട് കാരുണ്യം അതൊന്നും ഉണ്ടാവില്ല. ലാ യഅരിഫൂന മഅറൂഫ, ഒരു നന്മയും അറിയാത്തൊരു വിഭാഗം. വലാ യുൻകിറൂന മുൻകറ, ഒരു തിന്മയെയും വിരോധിക്കാത്തൊരു വിഭാഗം. യഖ്തുലു ബഅ്ലുഹും ബഅ്ലൻ അലദ്ദുനിയാ, ദുനിയാവിന് വേണ്ടി കലഹങ്ങളുണ്ടാക്കും, ദുനിയാവിന് വേണ്ടി തമ്മിൽ ജ്യേഷ്ഠാനുജന്മാർ പോലും, രക്തബന്ധങ്ങളുള്ളവർ പോലും തമ്മിൽ കൊല നടത്തുന്ന കാലഘട്ടം. ഉലൈക ശിറാറു ഖൽഖില്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ പൂർണ്ണമായും അദബുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ തർബിയത്താണ്. ഇസ്മായിൽ എന്ന കുട്ടിക്ക് ബാപ്പ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ എന്നോട് ചോദിക്കണമെന്നാണ് ഈ മകൻ്റെ ചോദ്യം. മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക് ഫൻദുർ മാദാ തറ, നിന്നെ അറുക്കണമെന്ന് ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നുവല്ലോ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? അമ്പിയാക്കളുടെ സ്വപ്നം അതൊരിക്കലും പേക്കിനാവല്ല, അത് വഹിയാണ്. അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, നിന്റെ അഭിപ്രായം എന്താ? അപ്പോഴാണ് മകന്റെ മറുപടി, ബാപ്പ യാ അബതിഫ് അൽമാ തുമർ, കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾക്കങ്ങ് ചെയ്താൽ പോരെ. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ എന്നോട് ചോദിക്കണോ? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഇൻഷാ അല്ലാഹ് ക്ഷമാശീലരിൽ നിങ്ങൾ എന്നെ എത്തിക്കുക തന്നെ ചെയ്യും. അർത്തോളി ബാപ്പ. അപ്പം ഇങ്ങനെ ഒരു മറുപടി ആ മകനെ പറയാൻ പ്രേരിപ്പിച്ചത് ഉമ്മയുടെ തർബിയത്താണ്. ഉമ്മമാരെ, നിങ്ങളുടെ മടിത്തട്ടാണ് ഏറ്റവും നല്ല മദ്രസ. നിങ്ങളുടെ മടിത്തട്ടാണ് ഏറ്റവും നല്ല മദ്രസ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. വീടിൻ്റെ വിളക്കായി മാറണം, വീട് മസ്കനാവണം. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാണ്. നമ്മുടെ വീടിന് അറബിയിൽ മസ്കൻ എന്ന് പറയും. ആ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലും മണ്ണും ഇഷ്ടികയും ഒക്കെയാണ് ഈ കെട്ടിടം ഉപയോഗിക്കാനും നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനെ മസ്കൻ എന്ന് പറയൂല. മസ്കൻ എന്നാൽ സമാധാനത്തിൻ്റെ കേന്ദ്രം, ആശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നാണ് അർത്ഥം. വീട്ടിലുള്ള ഓരോരുത്തരെ കൊണ്ടും മറ്റുള്ളവർക്ക് ഈ ആശ്വാസം കിട്ടണം. പരസ്പരം അറിഞ്ഞും സഹകരിച്ചും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുകയും വേണം. കുടുംബ ബന്ധങ്ങൾക്കൊക്കെ തിരക്കിനിടയിൽ പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്തവരാണ് ഇന്ന് പലരും. അള്ളാഹു കാക്കട്ടെ. ജ്യേഷ്ഠൻ അനുജനെ കണ്ടിട്ട് മാസങ്ങളോളമായി, പെങ്ങളുടെ അടുത്ത് പോയിട്ട് മാസങ്ങൾ ഒരുപാടായി, സ്വന്തം വീട്ടിലേക്ക് ഉമ്മയുടെ അടുത്തേക്കൊന്ന് പോയിട്ട് ബാപ്പയുടെ അടുത്തേക്ക് പോയിട്ട് മാസങ്ങൾ ഒരുപാടായി. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, ഇത് നമ്മളുടെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് ഗൗരവമുള്ള വിഷയമാണ്. കുടുംബബന്ധം മുറിച്ച് നടക്കുന്നവർ, തമ്മിൽ തെറ്റി നടക്കുന്നവർ ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടെങ്കിൽ റബ്ബിനെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, അവർക്ക് എല്ലാ പരാജയത്തിനും അത് മതിയാകും.
ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു സദസ്സിൽ തന്നെ കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ കാരണത്താൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ സദസ്സിൽ ഇറങ്ങില്ല, റഹ്മത്തിൻ്റെ മാലാഖമാർ ആ മജ്ലിസിലേക്ക് വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി ഞങ്ങളോട് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് വഅദ് പറയുകയാണ്. ഇരുന്നായിരുന്നു മുത്തുനബിയുടെ സംസാരം. പെട്ടെന്ന് ഫഖാമ, ഇരുന്ന് വഅദ് പറയുകയായിരുന്ന മുത്തുനബി അങ്ങ് എഴുന്നേറ്റു. ഇപ്പം സ്വാഭാവികമായിട്ടും ഇരുന്നിങ്ങനെ വഅദ് പറയുന്ന ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. റസൂലുള്ളാഹി പെട്ടെന്ന് എഴുന്നേറ്റു. എല്ലാവരും മുത്തുനബിയെ ശ്രദ്ധിച്ചു. ഫഅശാറ ഇലൽ മജ്ലിസ്, മുത്ത് റസൂൽ സദസ്സിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഏയ് ലാ യുജാലിസ്നൽ യൗമ ഖാതിഉർ റഹിം, കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേൽക്കണം, ഇവിടെ ഇരിക്കരുത്, പുറത്തു പോകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരി സഹോദരന്മാരോട് തെറ്റി നടക്കുന്നവർ, ബാപ്പയുടെ സഹോദരി സഹോദരന്മാരോട് തെറ്റി നടക്കുന്നവർ, ഉമ്മയുടെ സഹോദരി സഹോദരന്മാരോട് രക്തബന്ധമുള്ളവരോട് തെറ്റി നടക്കുന്നവർ, പിണക്കത്തിലുള്ളവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കണം, പുറത്തു പോകണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പരസ്പരം നോക്കാൻ തുടങ്ങി. ആരെങ്കിലും ഒരാൾ ആ സദസ്സിലില്ലാതെ അള്ളാന്റെ റസൂൽ അങ്ങനെ പറയില്ലല്ലോ. പെട്ടെന്നതാ ഫഖാമ ഫതം മിനൽ മജ്ലിസ്, ആ സദസ്സിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. ആ മജ്ലിസിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അയാൾ വേഗം തൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ അടുത്തേക്ക് ചെന്നു. ഫകാന ബൈനഹുമാ മിൻ ഷൈഇ ഫസ്തഗ്ഫറ ലഹാ ഫസ്തഗ്ഫറത് ലഹു. അയാളും അയാളുടെ ഉമ്മയുടെ സഹോദരിയുമായി ചില പ്രശ്നങ്ങളുണ്ടായി, പിണക്കത്തിലായിരുന്നു. സ്വത്താണ് വിഷയം. അനന്തര സ്വത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തർക്കമുണ്ടായിട്ട് മിണ്ടാതെ നടക്കുകയായിരുന്നു ഉമ്മയുടെ സഹോദരിയുമായി. പലപ്പോഴും നല്ല ഒരുമയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ അനന്തര സ്വത്ത് വീതിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ചില തർക്കങ്ങളിലൊക്കെ ആവാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു കാക്കട്ടെ. എന്നോടടുത്ത് 3 സഹോദരിമാർ ചോദിച്ചു, അടുത്ത ആഴ്ച ഉസ്താദെ ആങ്ങളയുടെ മകൻ്റെ കല്യാണമാണ്, പക്ഷെ ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അണ്ട് പോകാൻ പാടില്ല. മഹാനായ സയ്യിദ് മാനു തങ്ങൾ അവർകൾ വെള്ളൂർ നമ്മുടെ മജ്ലിസിലേക്ക് കയറി വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്ക്. മഹാനായ സയ്യിദ് അവർകൾ എത്തിക്കഴിഞ്ഞു, ദീർഘിപ്പിക്കുന്നില്ല. ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താക്കന്മാർ തീർത്തു പറഞ്ഞിട്ടുണ്ട് പോകാൻ പാടില്ല, കല്യാണത്തിന് പോകരുത്, ആങ്ങളയുടെ മകൻ്റെ കല്യാണമാണ്. ഞങ്ങൾ എന്താ ചെയ്യുക? ഭർത്താക്കന്മാർ പോകരുതെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? എന്നാ എങ്ങനെ പോവാതിരിക്കുക? അപ്പോൾ വിഷയം എന്താ? അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് അവർ പെങ്ങന്മാരെ പറ്റിച്ചു, ഓൽക്ക് തോന്നിയതുപോലെ ചെയ്തു. ഇതാണ് പ്രശ്നം. ശ്രദ്ധിക്കേണ്ടതാണ്. മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ ഖതഅ മീറാസഹു ഖതഅ അല്ലാഹു ലഹുൽ ജന്ന. ഒരാൾ അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ തന്നെപ്പോലെ സ്വത്ത് കിട്ടേണ്ട ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ ഖതഅ അല്ലാഹു ലഹുൽ ജന്ന, സ്വർഗം അള്ളാഹു അവർക്ക് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനന്തര സ്വത്ത് വീതിക്കുന്നിടത്തൊക്കെ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. പടച്ചോനെ, എൻ്റെത് കുറച്ച് കുറഞ്ഞാലും അനർഹമായ ഒരു തരി പോലും ഇങ്ങോട്ട് വരരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവണം. അനന്തര സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ വസ്അല്ലാഹു ലഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവർക്ക് വിശാലത ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ സഹോദരൻ്റെ പ്രശ്നവും അതാണ്. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് ഉമ്മയുടെ സഹോദരി അടുക്കൽ ചെന്നു. ഫസ്തഗ്ഫറ ലഹാ ഫസ്തഗ്ഫറത് ലഹു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് പൊരുത്തപ്പെടിച്ചു. ഫആദ ഇലൽ മജ്ലിസി, ഇയാൾ വേഗം മുത്ത് റസൂലിൻ്റെ സദസ്സിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അപ്പോഴത്തേക്ക് ആ സദസ്സ് പിരിയാൻ സമയമായി.
ഹബീബായ നബി തങ്ങൾ പറഞ്ഞതപ്പോൾ ഇങ്ങനെയാണ്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലാ യുജാലിസ്നൽ യൗമ ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ച് നടക്കുന്നവർ ഈ സദസ്സിൽ ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം ഇതാണ്. ഞാൻ നിങ്ങളോട് വഅ്ള് പറഞ്ഞുകൊണ്ടിരിക്കവേ ഇവിടെ ആഗതനായി മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ടെന്നോട് പറഞ്ഞതാണ്, നബിയേ, ഇന്ന റഹ്മത്തല്ലാഹി ലാ തൻസിലു അലാ മജ്ലിസിൻ ഫീഹിം ഖാതിഉർ റഹിം. നബിയേ, കുടുംബബന്ധം മുറിച്ച് നടക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ അയാളോടുള്ള വെറുപ്പ് കൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകളും അള്ളാൻ്റെ റഹ്മത്തും ആ മജ്ലിസിൽ ഇറങ്ങില്ല എന്ന് എന്നോട് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം നമ്മൾ ആലോചിക്കണം, ഒരു മജ്ലിസിൽ തന്നെ അള്ളാൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കുടുംബബന്ധം മുറിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇറങ്ങില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ്റെ കുടുംബത്തിൽ അള്ളാൻ്റെ റഹ്മത്തുണ്ടാവുക? പിന്നെ എങ്ങനെയാണ് അവൻ്റെ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാവുക? അതുകൊണ്ട് ആരെങ്കിലും ആ നിലയിലൊക്കെ ബന്ധുക്കളോട് പിണക്കത്തിലോ വൈരാഗ്യത്തിലോ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊന്നങ്ങ് താന്നാലും വേണ്ടിയില്ല, അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയത്തിനാകുമെന്ന് മനസ്സിലാക്കി നന്നാവാനും നമ്മൾ തയ്യാറാവണം. രണ്ടാളുകൾ തമ്മിൽ പിണക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ടീമിനെയും അള്ളാഹു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും. എന്താ ശ്രദ്ധിക്കുന്നതെന്നറിയോ? അയ്യുഹും യബ്ദഉ ബിസ്സലാം, ആ കൂട്ടത്തിൽ ആരാണ് ആദ്യം ചെന്ന് സലാം പറയുന്നത് അവർക്ക് അല്ലാഹു പ്രത്യേക പരിഗണനയും നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ